ലാക്കുന്നു. അങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെയുള്ള ഒരു സെറ്റപ്പാണ് നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന AC ഗ്യാസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു AC സിസ്റ്റത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്. റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ ഗ്യാസിനെ നമ്മൾ റെഫ്രിജറന്റ് എന്നാണ് വിളിക്കാറ്. നമുക്കറിയാം, കാറുകളിലും അതുപോലെ വീടുകളിലും അതുപോലെ ഫ്രിഡ്ജുകളിലും ഷോപ്പുകളിലെ ഫ്രീസറുകളിലും വലിയ വലിയ കണ്ടെയ്നറുകളിലെ ഫ്രീസറുകളിലും എല്ലാം തന്നെ ഈ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളുടെ എല്ലാം ബേസിക് പ്രിൻസിപ്പിൾ ഒന്നാണ്. എങ്ങനെയാണ് ഈ ഒരു ഗ്യാസ് നമ്മുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് തണുപ്പ് കൊണ്ടുവരുന്നത്, ഈ ഒരു ഗ്യാസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഈ ഒരു സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്റെ വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന AC ഗ്യാസിനെ നമ്മൾ റെഫ്രിജറന്റ് എന്നാണ് വിളിക്കാറ്. സാധാരണയായിട്ട് ഹൗസ് പർപ്പസിനും അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് പർപ്പസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളിലെല്ലാം ഉപയോഗിച്ചു വരുന്നത് R134A എന്ന റെഫ്രിജറന്റ് ആണ്. ഈ R134Aക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് ഈ ഒരു സിസ്റ്റത്തിനകത്ത് തണുപ്പിനെ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു R134A ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകളിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് സിസ്റ്റവുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം. സേഫ്റ്റി പ്രിക്കോഷനുകളിൽ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരു AC സിസ്റ്റവുമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് എയർ വെന്റിലേഷൻ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് വേണം വർക്ക് ചെയ്യാൻ. ഒരിക്കലും അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു റൂമിനകത്തു നിന്നോ അല്ലെങ്കിൽ അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു ഗ്യാരേജിനകത്തു നിന്നോ പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഒരു ഗ്യാരേജിനകത്തു നിന്നോ ഒന്നും ഒരിക്കലും ഈ ഒരു സിസ്റ്റവുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല. ഈ ഒരു സിസ്റ്റത്തിനകത്ത് എങ്ങാനും ചെറിയ ലീക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്യാസ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഈ ഒരു ഗ്യാസ് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോവുകയുമില്ല. എയർ സർക്കുലേഷൻ ഇല്ലാത്തത് കാരണം, എയർ വെന്റിലേഷൻ ഇല്ലാത്തത് കാരണം ഈ ഒരു ഗ്യാസ് നമ്മുടെ സറൗണ്ടിങ്ങിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യും. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാസ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എയർ വെന്റിലേഷൻ ഉള്ള ഒരു പ്ലേസ് കണ്ടെത്തുക, അവിടെ നിന്ന് വർക്ക് ചെയ്യുക. AC സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ഗ്ലൗസുകൾ ധരിക്കണം, അതുപോലെ സേഫ്റ്റി ഗൂഗിൾസും ധരിക്കണം. ഒരിക്കലും ഈ ഒരു ഗ്യാസ് നമ്മുടെ സ്കിന്നുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. മാത്രമല്ല, ഇത് കണ്ണിലോട്ടും പോയി പോകരുത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എങ്ങാനും നമ്മുടെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ധാരാളം വെള്ളം ഉപയോഗിച്ച് അപ്പോൾ തന്നെ പോയി നന്നായി വാഷ് ചെയ്യണം. R134A നമുക്കറിയാം, വലിയ സിലിണ്ടറുകളിലും വാങ്ങിക്കാൻ കിട്ടും, ചെറിയ സിലിണ്ടറിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ സിലിണ്ടറുകൾ വലിപ്പം എന്തും ആയിക്കോട്ടെ, ഒരിക്കലും ഈ ഒരു കണ്ടെയ്നർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് സ്റ്റോർ ചെയ്യരുത്. സേഫ്റ്റി ഫസ്റ്റ്, ഡ്യൂട്ടി നെക്സ്റ്റ് എന്നാണല്ലോ. ഒരു കാരണവശാലും ഈ ഒരു R134A എന്ന ഗ്യാസിനെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടരുത്. ഈ ചാർജ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും ലീക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല, എങ്ങാനും റിക്കവറി ചെയ്തെടുക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തു നിന്നും ഈ ഒരു ഗ്യാസിനെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത് റിക്കവറി മെഷീൻ ഉപയോഗിച്ച് കൃത്യമായിട്ട് തന്നെ റിക്കവറി ചെയ്തെടുക്കണം. ഒരു കാരണവശാലും ഈ ഒരു ഗ്യാസിനെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിടരുത്. അങ്ങനെ തുറന്നു വിടുകയാണെങ്കിൽ അത് ധാരാളം തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നെല്ലാം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനെ നമ്മൾ പുറത്തു വിടരുത്. സേഫ്റ്റി പ്രിക്കോഷൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി R134A എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനകത്ത് കൂളിംഗ് കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു R134Aക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. R134A എന്ന ഈ ഒരു റെഫ്രിജറന്റിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -26.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് -26.3 ഡിഗ്രി സെൽഷ്യസിൽ ഇത് തിളയ്ക്കാൻ തുടങ്ങും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കുക, നമ്മുടെ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ മാത്രമേ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുള്ളൂ. നമ്മുടെ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ 100 ഡിഗ്രി ചൂടാക്കിയാലേ ഈ വെള്ളം തിളയ്ക്കുള്ളൂ എന്ന സ്ഥാനത്ത് നമ്മൾ AC സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന R134A എന്ന് പറയുന്ന ഈ ഒരു ഗ്യാസ് ലിക്വിഡ് ഫോമിലായിട്ട് കാണപ്പെടുന്നത് -26.3 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറിലാണ്.
അതായത് -26.3 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ള R134 തിളയ്ക്കാൻ തുടങ്ങും. ആ ഒരു പ്രത്യേകതയാണ് AC സിസ്റ്റത്തിനകത്ത് ഈ ഒരു ഗ്യാസ് തണുപ്പ് കൊണ്ടുവരാൻ കാരണമാകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, -26.3 ഡിഗ്രി സെൽഷ്യസ് ആണ് R134യുടെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തണുപ്പിനെ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരിക? അപ്പോൾ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു തിയറി അല്ലെങ്കിൽ ചെറിയൊരു പ്രിൻസിപ്പിൾ നമ്മൾ പറയാണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, കറക്റ്റായിട്ട് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ, ഏതൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റവും നിങ്ങൾക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിൽ മുതൽക്കൂട്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നത് കേൾക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലെ ടെമ്പറേച്ചർ നമ്മൾക്ക് ഇഷ്ടാനുസരണം കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് കരുതുക. ഈ റൂമിൽ ചെറിയ ഒരു ഇരുമ്പിന്റെ ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിയുടെ മുകളിൽ നമ്മൾ ഇരുമ്പിന്റെ നല്ല ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രീസറിലുള്ള ഐസ് കട്ടകൾ കൊണ്ടുവന്നിടുകയാണെന്ന് കരുതുക. ഈ ഐസ് കട്ടകൾ ഇതിലേക്ക് ഇടുമ്പോൾ ഈ റൂമിന്റെ ടെമ്പറേച്ചർ നമ്മൾ 0 ഡിഗ്രിക്ക് താഴെ, അതായത് ഒരു -20 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നും കരുതുക. ഇങ്ങനെ വരുമ്പോൾ ഈ -20 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഒരു ഐസായിട്ട് തന്നെ ആ പാത്രത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ റെഗുലേറ്റർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഈ റെഗുലേറ്റർ നമ്മൾ കൂട്ടിയിട്ട് നമ്മുടെ ഈ റൂമിന്റെ ടെമ്പറേച്ചർ -20 ഡിഗ്രി നിൽക്കുന്നതിൽ നിന്നും നമ്മൾ 0 ഡിഗ്രിയിലേക്ക് ആയിട്ട് മാറ്റുക. അങ്ങനെ 0 ഡിഗ്രിയിൽ ഒരു 100 സെക്കൻഡ് സമയം നമ്മൾ നിർത്തുകയാണെങ്കിൽ ഈ ഒരു ഐസ് സാവധാനം മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് സോളിഡ് രൂപത്തിലുള്ള ഐസ് ലിക്വിഡ് രൂപത്തിലേക്ക്, അതായത് വാട്ടർ ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അപ്പോൾ ഈ ഒരു ഐസ് ഉരുകുന്നതിന്റെ വേഗത കൂടും. അങ്ങനെ ഐസ് പരമാവധി ഇല്ലാണ്ടായി വാട്ടർ മാത്രമായിട്ട് ആ പാത്രത്തിൽ നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഈ പാത്രത്തിൽ വെള്ളം നമുക്ക് കിട്ടി. വീണ്ടും ഈ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണ്. അങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഈ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. 100 ഡിഗ്രിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നമ്മൾ എടുത്തു വെച്ച ഈ ഒരു പാത്രത്തിലെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സോളിഡ് രൂപത്തിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ 100 സെക്കൻഡ് നേരം നമ്മൾ കീപ്പ് ചെയ്തപ്പോൾ അത് ഉരുകാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഈ ഒരു ഐസിന് വെള്ളമായിട്ട് മാറണമെങ്കിൽ കുറച്ച് ഹീറ്റ് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ആ 0 ഡിഗ്രിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഹീറ്റിനെ, ചെറിയ ഒരു തരത്തിലുള്ള ആ ഒരു ഹീറ്റിനെ അബ്സോർവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഐസ് വെള്ളമായിട്ട് മാറിയത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഐസ് അബ്സോർവ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഐസിന് കൊടുത്ത ആ ഒരു ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതായത് ഫ്യൂഷനാണ് അവിടെ നടക്കുന്നത്, നമ്മുടെ ഐസ് മെൽറ്റ് ആവാണ്. ആ ഒരു ഹീറ്റിനെ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. മറക്കരുത്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി 100 ഡിഗ്രി സെൽഷ്യസിലാക്കിയെന്ന്. അങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ നമ്മുടെ വെള്ളം തിളച്ചെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഒരു 75 സെക്കൻഡ് നേരം നമ്മൾ വീണ്ടും ഈ ഒരു റൂമിനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വീണ്ടും തിളയ്ക്കുമോ? അങ്ങനെ വീണ്ടും തിളയ്ക്കും. വീണ്ടും തിളച്ചിട്ട് എന്ത് ചെയ്യും? അതങ്ങോട്ട് നീരാവിയാവാൻ തുടങ്ങും. ഈ നീരാവിയാവാൻ തുടങ്ങും. ലിക്വിഡ് ഫോമിലുള്ള ഈ ഒരു വെള്ളം വേപ്പർ ഫോമിലേക്ക്, ഗ്യാസ് ഫോമിലേക്ക് ആവാൻ വേണ്ടി ഒരു ഫേസ് ചേഞ്ചിങ് അവിടെ നടക്കും. ഈ ഒരു ചേഞ്ചിങ്, അതായത് നമ്മുടെ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിലിംഗ് ചെയ്യുന്ന ഈ ഒരു വാട്ടർ നീരാവിയായിട്ട് മാറുന്നു. അപ്പോൾ 100 ഡിഗ്രിക്ക് ശേഷം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എല്ലാം ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീരാവിയായി പോകാനുള്ള ഒരു ടെൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്ടർ അബ്സോർവ് ചെയ്യുന്നത്. 100 ഡിഗ്രിക്ക് ശേഷം നമ്മൾ നൽകുന്ന ചൂട് ഈ വെള്ളം അബ്സോർവ് ചെയ്യുന്നത് ഇതിന് നീരാവിയായിട്ട് പോകാനാണ്. അങ്ങനെ നമ്മൾ 100 ഡിഗ്രിക്ക് ശേഷം നീരാവിയായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഹീറ്റിനെ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപൊറേഷൻ. മറക്കണ്ട, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപൊറേഷൻ. ഈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപൊറേഷനും
ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷനുമാണ് നമ്മുടെ ഏതൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. ഇവാപറേഷനും കണ്ടൻസേഷനും കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലായതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ റെഫ്രിജറന്റ് ആയ R134Aയുടെ കേസിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു R134Aയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -26.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനർത്ഥം -26.3 ഡിഗ്രി സെൽഷ്യസിൽ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. -26.3 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഇത് ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇത്തരത്തില് ലിക്വിഡ് ഫോമിലുള്ള R134A നമ്മുടെ കംപ്രസ് ചെയ്തുകൊണ്ട് പ്രഷറൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ AC സിസ്റ്റത്തിലുള്ള എക്സ്പാൻഷൻ വാൾവ് വരെ എത്തിക്കും. വൻ പ്രഷറായിരിക്കും നമ്മുടെ കംപ്രസർ അതിൽ ചെലുത്തുക. ഈ ഒരു പ്രഷർ കാരണം നമ്മുടെ എക്സ്പാൻഷൻ വാൾവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ R134A ഫൈൻ പാർട്ടിക്കിൾസ് ആക്കും, ഫൈൻ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആക്കും. നമുക്കറിയാം, നമ്മൾ സ്പ്രേ അടിക്കാറുണ്ട്, അറ്റോമിസർ. അങ്ങനെ ആ ഒരു സ്പ്രേ അടിക്കുന്ന പോലെയുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ വാൾവ് അവിടെ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഹൈ പ്രഷർ ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള R134A, ഫൈൻ പാർട്ടിക്കിൾ ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള R134A നമ്മുടെ അടുത്ത പാർട്ടായ ഇവാപൊറേറ്ററിലേക്ക് കടന്നു ചെല്ലും. നമുക്കറിയാം, ഈ ഒരു എക്സ്പാൻഷൻ വാൾവിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പാൻഷൻ വാൾവിന്റെ ഈ ഭാഗത്ത്, അതായത് ഇവാപൊറേറ്റർ സൈഡിലല്ലാതെ കംപ്രഷൻ നടക്കുന്ന ആ ഒരു സൈഡിൽ ഹൈ പ്രഷർ ആയിരിക്കും. ഹൈ പ്രഷറിന് ഇത് സ്പ്രേ രൂപത്തിൽ നമ്മുടെ ഇവാപൊറേറ്ററിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ പ്രഷർ വളരെ കുറവായിരിക്കും. ഹൈ പ്രഷർ സൈഡിൽ നിന്നും താരതമ്യേന പ്രഷർ കുറവായിരിക്കും നമ്മുടെ ഇവാപൊറേറ്ററിനകത്ത്. അങ്ങനെ വരുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള ഫൈൻ പാർട്ടിക്കിൾ ആയിട്ടാണ് ഈ ഒരു R134A ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവാപൊറേറ്റർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. നമ്മുടെ വാഹനങ്ങളുടെ റേഡിയേറ്റർ പോലെ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഇന്റർകൂളർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളുടെ കണ്ടൻസർ പോലെ ഉള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് നമ്മുടെ ഇവാപൊറേറ്റർ. ഈ ഇവാപൊറേറ്ററിനടുത്ത് ഒരു ഫാനും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഫാനിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു AC സിസ്റ്റം എവിടെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? ഉദാഹരണത്തിന് നമുക്കൊരു കാറിന്റെ AC സിസ്റ്റം എടുത്ത് നോക്കണം. ഈ ഒരു കാറിന്റെ ക്യാബിനകത്തുള്ള എയറിനെ എല്ലാം ഈ ഒരു ഫാൻ വലിച്ചെടുക്കും. ഈ ഒരു ഫാൻ വലിച്ചെടുക്കുക മാത്രമല്ല, നമ്മുടെ ഇവാപൊറേറ്ററിന് അകത്തുകൂടെ കടത്തിവിടുകയും ചെയ്യും. അകത്തുകൂടെയല്ല, നമ്മുടെ റേഡിയേറ്റർ പോലെ ഫിൻസും അതിന്റെ ഉള്ളിലൂടെ കുറച്ച് ട്യൂബ്സും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. അതിനകത്തിലൂടെ ഈ ഒരു എയറിനെ കടത്തിവിടുകയും ചെയ്യും. ഈ ഫാനിനെ നമ്മൾ വിളിക്കൊരു ബ്ലോവർ ഫാൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ഫാൻ ഹീറ്റ് ആയിട്ടുള്ള എയറിനെ നമ്മുടെ ഇവാപൊറേറ്ററിലൂടെ കടത്തിവിടുമ്പോൾ എന്താ സംഭവിക്കാൻ? ഈ ഇവാപൊറേറ്ററിന് അകത്ത് നമ്മുടെ R134A ഉണ്ട്. ലോ പ്രഷറിലാണ് ഉള്ളത്. ആള് ലിക്വിഡ് ഫോമിലാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡ് ഫോമിലുള്ള ലോ പ്രഷർ ആയിട്ട് വരുമ്പോൾ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -26.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രഷർ കുറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ ഇതിന് നീരാവിയായി മാറണം. നീരാവിയായി മാറണമെങ്കിൽ ഇതിന് ഹീറ്റ് ആവശ്യമാണ്. കുറച്ച് ചൂട് ഇങ്ങോട്ട് വലിച്ചെടുത്താലേ, എവിടുന്നെങ്കിലും ആരെങ്കിലും കുറച്ച് ചൂട് കൊടുത്താലേ ഈ മൂപ്പരാണ്ട് നീരാവിയായി പോവുള്ളൂ. മൂപ്പര് ഒരു ഗ്യാസ് ഫോമിലേക്കായി മാറുള്ളൂ. അതിനു വേണ്ടിയിട്ട് കുറച്ച് ചൂടാരാ തേരാഴ്ച നോക്കും, ഇങ്ങനെ നിൽക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബ്ലോവർ ഫാൻ വലിച്ചുവിടുന്ന ചൂട് എയർ, അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനകത്തെ എയർ നമ്മുടെ ഇവാപൊറേറ്ററിനകത്തേക്ക് വരുന്നത്. അങ്ങനെ ഇവാപൊറേറ്ററിന്റെ ഉള്ളിലൂടെ ഈ എയർ കടന്നു പോകുമ്പോൾ ഈ എയറിലുള്ള ഹീറ്റിനെ ഈ ഒരു R134A അബ്സോർബ് ചെയ്യും. കാരണം ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ അവിടെ നടക്കണം. അങ്ങനെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ ഈ ഒരു R134A സംബന്ധിച്ചിടത്തോളം ഇവാപൊറേറ്ററിനകത്ത് കിട്ടുന്നത് നമ്മുടെ ബ്ലോവർ ഫാൻ വലിച്ചെടുക്കുന്ന എയറിൽ നിന്നാണ്. ബ്ലോവർ ഫാൻ വലിച്ചെടുക്കുന്ന എയറിലുള്ള എല്ലാ ഹീറ്റിന്റെയും ഈ ഒരു R134A അബ്സോർവ് ചെയ്യുകയും തിരിച്ച് നമ്മുടെ വേപ്പർ ഫോമിലേക്കായി മാറി ലോ പ്രഷർ സൈഡിലൂടെ തിരിച്ച് കംപ്രസറിനകത്തേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ് തുടർച്ചയായി നടക്കുന്നതിലൂടെ നമ്മുടെ ഇവാപൊറേറ്റർ തണുക്കുകയും മാത്രമല്ല ഇവാപൊറേറ്ററിലൂടെ കടന്നു പോകുന്ന എയർ വീണ്ടും വീണ്ടും തണുക്കുകയും അങ്ങനെ ആ തണുത്ത എയറിനെ വീണ്ടും നമ്മുടെ ബ്ലോവർ ഫാൻ സൈക്കിൾ ചെയ്താണ്ട് വീണ്ടും തണുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ക്യാബിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു AC സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്ന റൂമിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ മുഴുവൻ കൂളിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമ്മുടെ AC ഗ്യാസ് ആയിട്ടുള്ള R134A പ്രവർത്തന തത്വം. ഈ ഒരു തത്വം തന്നെയാണ് ഏറെക്കുറെ എല്ലാ എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളിലും നടന്നു വരുന്നത്. മാത്രമല്ല ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ
ഈ ഒരു സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഫാൾട്ടുകൾ വരികയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചിന്തിച്ചു നോക്കാൻ നല്ലൊരു മുതൽക്കൂട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളും എന്തെങ്കിലും പ്രതികരണങ്ങൾ, എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് രൂപത്തിൽ അത് രേഖപ്പെടുത്താം. മറ്റു വീഡിയോയുടെ ലിങ്കുകൾ, അതായത് ഇതിനു മുന്നേ എയർ കണ്ടീഷനിങ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.